പോകുന്നതൊക്കെയാണ്. ശരിക്കും എവിടെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയാം. ഞാൻ പിന്നീട് എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. പിന്നെ നമ്മൾ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ പറ. ഒന്ന് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അമ്മ വീഡിയോ കാണാൻ പറ്റുമേ. അതെ, നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ നല്ല മഴയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് പോയാലോ. ഞങ്ങൾ മഴയായതുകൊണ്ട് ബൈക്കിലല്ല ിന്റെ കൊടയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പോയാലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല മഴയടി. അപ്പൊ എത്ര ഇത് എങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. ഇപ്പോൾ പോക്കൊന്നുമില്ല. കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഒരുപാട് താമസിക്ക് റെഡിയാക്കി ഇറങ്ങുമ്പോൾ ഒരുപാട് നാളിന് ശേഷം പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടി ഇരിക്കുകയാണ്. അടിയല്ല, ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മംഗലാപുരം. നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ നല്ല പാടാണ്. വണ്ടികളൊക്കെ മെയിൻ റോഡല്ലേ. 3-4 ദിവസം മുന്നേ വന്നപ്പോൾ ഞങ്ങൾ മുരുക്കുമ്പുഴ റോഡിലോട്ട് കടത്തി വിടുമായിരുന്നു. ഇപ്പം നമ്മൾ കറങ്ങിയാണ് വന്നത്. ഇന്ന് നമ്മുടെ മംഗലാപുരം പോലീസ് സ്റ്റേഷനാണ്. ഇതാണ് നമ്മുടെ മംഗലാപുരം ഗ്രാമപഞ്ചായത്ത്. ഇവിടെയാണ് അച്ഛൻ മെമ്പറായിട്ടുള്ളത്. ഞാൻ ഇവിടെ ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഇവിടെ വരുമായിരുന്നു. കോഴിമട അയ്യപ്പ ക്ഷേത്രം. ഒരു പ്രാവശ്യം നമ്മളിവിടെ തൊഴുവാൻ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. നാളെ എനിക്ക് പരീക്ഷ തുടങ്ങുകയാണേ. ഞാൻ പഠിച്ചിട്ടാണ് ഇങ്ങനെ വോയിസൊക്കെ കൊടുക്കുന്നത്. എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇവിടെ വരാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ പറഞ്ഞു പോയി ശർക്കരയാണെന്ന്. ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് പറയാന്ന്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, അങ്ങ് പറഞ്ഞേക്കാം. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞാലേ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങനെ പാഞ്ഞു പറിച്ച് വരുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ ബ്ലോക്കാവും. പിന്നെ ട്രെയിന് പോകുന്ന വരെ അങ്ങനെ കാത്തിരിക്കണം. അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എന്തായാലും രാത്രിയത്തെ പൂജ കഴിഞ്ഞു. സ്ഥിരം കുറേ നാളങ്ങനെയായിരുന്നു. എന്നാലും ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വരത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പോവാൻ. എനിക്ക് സ്കൂളിൽ എക്സാമൊക്കെ ഉള്ളതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ആലുണ്ട്. മഴയായതുകൊണ്ട് അതിലൊന്നും തൂങ്ങി കളിക്കാൻ പറ്റിയില്ല. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ശർക്കരയിലെത്തി. ഇതിൻ്റെ മുകളിലത്തെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കര ദേവിക്ക് ശർക്കര ദേവി എന്ന് പേര് വന്നത് എങ്ങനെയെന്ന് ഞാൻ അച്ഛനെ ചോദിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കഥയാണ്. അത് ഞാൻ പറയാം. കഥ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഈ സ്ഥലം, അതായത് ഈ ശർക്കര ഒരു വിജനമായൊരു സ്ഥലമായിരുന്നു. ആരും വരാത്ത ഒരു സ്ഥലം. ദൂര സ്ഥലങ്ങളിൽ നിന്നും കുറേ കച്ചവട സാധനങ്ങളുമായി വ്യാപാരികൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. വർഷങ്ങൾക്ക് മുമ്പ് കുറേ ശർക്കര വ്യാപാരികൾ ഇവിടെ വന്ന് വിശ്രമിച്ചിരുന്നു. ഈ ദിവസം അവർ ശർക്കര കുടവുമായി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു ശർക്കര കുട അവിടെ നിന്ന് അനങ്ങുന്നേയില്ല. അപ്പോഴവർ മനസ്സിലാക്കി ഇത് അനങ്ങുന്നില്ലെന്ന്. അങ്ങനെ വ്യാപാരികൾ വിഷ്ണു ഭക്തനായ ഒരു വില്ലുമംഗലം സ്വാമിയോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്? അപ്പോൾ സ്വാമി പറഞ്ഞു, ഈ കുടത്തിൽ ദേവിയുടെ ചൈതന്യമുണ്ടെന്ന്. അങ്ങനെ ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ ദേവി ഭക്തർക്കെല്ലാം അനുഗ്രഹം തരുന്ന ദേവിയായി ശർക്കരയിൽ വിളങ്ങുന്നു.
ശാർക്കര ദേവിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നോട്. ഇവിടെ ഞാനും അമ്മയും മിക്കും ഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദേവിയെ തൊഴുവാൻ വേണ്ടിയിട്ട് പോവുകയാണേ. മഴയായിരുന്നെങ്കിലും നല്ല തിരക്കായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത്. എന്നാലും ഞങ്ങൾ തൊഴുതു. ഇവിടെ നിന്നൊരു കടുംപായസം കിട്ടാറുണ്ട്. അത് എൻ്റെ പുണ്യ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ അത് കിട്ടിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഇന്നലെ നേരത്തെയാണേ പോയത്. രണ്ടാമത്തെ പൂജ കഴിഞ്ഞിട്ടേ നമുക്ക് പായസം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് വീട്ടിൽ വന്നു. എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അമ്മയുടെ കൂടെ വന്നിട്ട് തിരിച്ചിറങ്ങി പോയ എന്തിനാന്ന് കണ്ടോ? ഞാൻ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് കയറിയത്. അപ്പോൾ അമ്മയുടെ നിന്ന് വഴക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് ഊരാൻ വേണ്ടിയിട്ട് ഓടിയതാണേ. ഞാൻ ചിലപ്പോഴൊക്കെ അത് മറന്നു പോവും. എന്നെ പോലെ മറക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള കൊച്ചു കൂട്ടുകാരൊക്കെ കാണുമല്ലേ. അതൊക്കെ ദേവി നമ്മളോട് ക്ഷമിക്കും. ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, അറിയാതെ ചെയ്യുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ തൊഴുത്തിറങ്ങി. ഇത് അച്ഛനെടുത്ത് തന്നെയാണേ. ഞാൻ പുറകിലും ഉണ്ട്. തലയൊക്കെ നനച്ചുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഇവിടെ ചെന്നപ്പോൾ വീണ്ടും മഴ തുടങ്ങി. നല്ല മഴയായിരുന്നു. ഇന്നൊരു രസം കേൾക്കണോ? ഞങ്ങൾ എവിടെ പോയാലും സ്നാക്സോ കളിപ്പാട്ടോ ഉള്ള സ്ഥലമാണെങ്കിൽ അച്ഛനമ്മയെ തന്ത്രപരമായിട്ട് ഞങ്ങൾ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ ഇപ്പോൾ അത് പൊളിഞ്ഞു. ചേച്ചി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചുവല്ലോ. ഞാൻ മികു ഇങ്ങനെ പരതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സന്തോഷം നോക്കിയേ. അങ്ങനെ ചുറ്റിപ്പറ്റി ഞങ്ങൾ ഒരു മധുര സേവയും മരിച്ചീനി മുറുക്കും വാങ്ങിച്ചു. മിക്കുവിന് സന്തോഷം കണ്ടോ? നമ്മൾ നേരത്തെ അമ്പലത്തിൽ പോയപ്പോൾ പോലും മിക്കുവിന് ഇത്രയും സന്തോഷമില്ലായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇന്നെന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇന്നലെ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ എടുത്തിട്ട് ഇന്ന് വോയിസ് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ കുറച്ച് പൈസ തീർത്ത സന്തോഷത്തിൽ നടക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ എല്ലാ ഡോറിൽ കൂടെ ഒരു 5-6 പ്രാവശ്യം കയറി ഇറങ്ങിയാലേ മിക്കു നേരെ കയറി ഇരിക്കത്തുള്ളൂ. അതിന് അച്ഛൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കയറാൻ നിന്നതും നമ്മളെ കടയിലെ മുറുക്ക് വാങ്ങിച്ച മാമൻ വന്നു. മുറുക്കിൻ്റെ പാക്കറ്റ് മാറ്റി തന്നിട്ട് ഈ സീലുള്ള പാക്കറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ചെന്നപ്പോൾ ഗേറ്റ് അവിടുത്തെ അടച്ചേക്കായിരുന്നു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ട്രെയിൻ പോകുന്ന കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ അങ്ങ് നമ്മൾ പോയി. ഈ വീട് ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ പ്രേം നസീർ സാറിൻ്റെ വീടാണ്. ഇരുട്ടായതുകൊണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി പോവും. അത് ഞങ്ങൾ വീഡിയോ ഇട്ടേക്കാവേ. അച്ഛൻ അവധിയായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും മിക്കുവിനെ തള്ളി ഇറക്കാൻ നോക്കുമ്പോൾ മിക്കു വീണ്ടും ആ കുട വെച്ച് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാർക്കരയിലൊക്കെ പോയി ഇപ്പോൾ അതേ വന്ന് കയറിയതേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി ഇന്ന് പോകുന്നുണ്ട്. അവധിയല്ലേ, അപ്പം നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാമെന്ന് വെച്ചും പറഞ്ഞു. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി നമ്മൾ ഇട്ടേക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പള്ളിപ്പുറത്തുള്ള ലാദൻസ് ഹോട്ടൽ. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ, ഐ ലവ് യു.